ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം അല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര തണുപ്പുള്ള ഒരു ദിവസം കിട്ടും ഇപ്പോൾ, അല്ലെങ്കിലും കുറച്ചൊക്കെ തണുപ്പുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തെ പ്രകൃതി രമണീയൊന്നും കാണാനായില്ല. രാവിലെ തന്നെ ഇവിടെ ഒരാൾ നല്ല തണുപ്പാണ്, വിശക്കുണ്ടേ എന്ന് പറഞ്ഞിട്ട് നീച്ചു വന്നിട്ടുണ്ട്. ഇനി കേട്ടോ ചായ മാത്രമേ ആയിട്ടുള്ളൂ ഇനി. അപ്പൊ തൽക്കാലത്തെ വിശപ്പിനും വേണ്ടി ഞാൻ ഇത്തിരി അവല് ചായ ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചെക്കൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളാന്ന്. അപ്പൊ പിന്നെ ഒരൊറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയി ഓന് കഴിച്ചാണ്. കുറെ കയ്യിൽ പോയി എനിക്ക് പണിയൊക്കെ കഴിക്കുന്നത്. പക്ഷെ എന്നാലും ഒറ്റയ്ക്ക് കഴിച്ച് ശീലിക്കണതാണ് നല്ലത് എന്നാണ് എനിക്ക് അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കാന്നൊക്കെ പറയുന്ന അവസരങ്ങളിൽ ഞാൻ അവനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ അല്ലാത്ത സമയമൊക്കെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വാരി കൊടുക്കുകയും ചെയ്യലുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഓൻ ചെക്കനെ ഒറ്റയ്ക്ക് ഒന്ന് ചാവിച്ചാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഇടക്കൊന്ന് ചൊറിയാൻ വേണ്ടി ചെന്നതാ. അപ്പൊ ചെങ്ങായിക്ക് വലിയ തൃപ്തിപ്പെട്ടില്ല. ഇപ്പൊ ഞാൻ സമാധാനിച്ചു വിട്ടുകിട്ട് കേട്ടോ. എന്തായാലും ഓരോരുന്ന് ചായ അടിക്കട്ടെ, നമുക്ക് നമ്മളെ പണി നോക്കാം. അവല് സുബൈക്ക് ഇരുന്നിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ വോയിസിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് ഇതുകളൊക്കെ ഉണ്ടാവും, ഒന്ന് ശമിച്ച് കളിയില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ദേശീയ ഭക്ഷണമായ അപ്പാണ്. എൻ്റെ ഒരു കംഫർട്ട് ബ്രേക്ക്ഫാസ്റ്റിൽപ്പെട്ട ഒന്നാണ് കേട്ടോ ഈ അപ്പം. ഇതിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പിന്നെ ആ, ചില ദിവസങ്ങളിൽ ഞാൻ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ചില ദിവസം കറി ഉണ്ടാക്കാനൊക്കെ ഒരു മടിയുള്ള ദിവസങ്ങളുണ്ടാവില്ലേ, അന്ന് ഞാൻ ഈ അപ്പം ഉണ്ടാക്കും. കാരണം എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നും ഇവിടെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ചൂട് കൊടുക്കാൻ ആ അപ്പം കിട്ടിയാൽ തന്നെ കഴിക്കും. പിന്നെ മക്കൾക്ക് ഒരു ഇത്തിരി പഞ്ചാരക്ക് ഇട്ട് കൊടുത്താൽ പോലും ടൈമണ്ട് അഡ്ജസ്റ്റ് ആവും. അതിൻ്റെ അടുത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയി കഴിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതാക്കണേ അതിൻ്റെ ബാക്കിലുള്ള പണികളൊക്കെ എനിക്കിതാ ഓരോന്നോരോന്നായിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. ആ വെള്ളത്തിൽ കുറച്ചു നേരം ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവിടെ ഇരിക്കട്ടെ. അപ്പൊ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദാ ആള് പാൻ്റൊക്കെ മാറ്റി ഇവിടെ പിശിന്റെ കൂടെ വന്ന് ഇവിടെ കിടക്കാൻ കേട്ടോ. ഇന്നലെ ഓന് കുറച്ച് നേരത്തെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി രാവിലെ ഭയങ്കര വിശപ്പ് കേട്ടോ. അപ്പൊ ജിപ്പച്ചിൻ്റെ കുട്ടിയാണോ അമ്മച്ചിൻ്റെ കുട്ടിയാണോ? ജിപ്പച്ചിൻ്റെ കുട്ടിയാണോ അമ്മച്ചിൻ്റെ കുട്ടിയാണോ? ഇപ്പച്ചിൻ്റെ കുട്ടിയാണോ അമ്മച്ചിൻ്റെ കുട്ടിയാണോ? ആ എന്നാ അപ്പച്ചിൻ്റെ പിന്നാലെ പോയിക്കോണ്ടിട്ടോ. അപ്പച്ചിൻ്റെ കുട്ടിയാണെങ്കിൽ അങ്ങനെ ഓനെ കൊഞ്ചി വന്നപ്പോഴത്തേന് ഇവിടുത്തെ ദോശ ഏകദേശം തീരുമാനമാകാനായിട്ടുണ്ടായിരുന്നു. നല്ലോണം കരിച്ച് മുരിച്ച് ഒരു കരിദോശ നിങ്ങൾക്ക് കൊടുക്കട്ടെ. അങ്ങനെ ദോശ ഇടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ മകന് എനിക്കൊരു പണി തന്നിട്ടുണ്ടേനി. ഒരു ഇത്തിരി മാവ് ബാക്കിയുണ്ടേനി, ഓനത് കലക്കിക്കാണ്ട് ഇതാ ചൂടില്ലാത്ത ചട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ ചട്ടിയൊക്കെ കത്തിച്ച് ആകെ പട വിറകിട്ടിക്കണം കേട്ടോ. അഞ്ച് ദോശ ചട്ടി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കിയിരിക്കണം. അപ്പേ അതൊക്കെ അടക്കട്ടെ. അത് നമുക്ക് നമ്മളെ വെള്ളം നിറക്കാം, ചായ കുടിക്കട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പാലിൽ വെറുതെ പഞ്ചസാര ഇട്ട് അതിൽ മുക്കി മുക്കി തിന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് തലേന്ന് തന്നെ പ്രിപ്പറേഷൻസ് ഒന്നും നടക്കാത്ത സമയങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ദോശ. രാവിലെ എണീച്ച് ഞാൻ മാവിൽ അരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് എന്നിട്ട് സെറ്റാക്കി എടുക്കും. അപ്പൊ അതാ വെയിലൊക്കെ ഒന്ന് വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പ് കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനും ഒരു പണിയെടുക്കാനും ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ചായ കുടിച്ച് കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. പക്ഷെ സേനക്കൂട്ടം നല്ല ആക്റ്റീവ് ആയിട്ടോ. ഓൻ എന്താ സൈക്കിളും കൊണ്ട് ഉഷാറായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിലെങ്ങനെ കൊണ്ടുപോകും? രാവിലെ ഇളം വെയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് നമ്മൾ ചായ കുടി കേട്ടോ. പണ്ട് നമ്മള് അടുപ്പിന്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് തീ ആയാൻ വേണ്ടി ഇരുന്നതിന്റെ പോലെയാണ് ഞാനിപ്പോ ഈ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ വരുന്ന വെയിലും കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അടുപ്പ് കായാൻ അടുപ്പില്ലല്ലോ. വരുന്ന വെളിച്ചത്തിനെ പിടിച്ചാൽ നടക്കാണ് നമ്മുടെ സെൻകൂട്ടിന് കേട്ടോ. അതിന്റെ അടുത്ത് മക്കളൊക്കെ മദ്രസക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ അതൊക്കെ അവലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഒരര മുക്കാൽ മണിക്കൂർ രാവിലെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് സിറ്റ് ഔട്ടിൽ പോയിരുന്ന്
അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിൽ കൊണ്ടുപോകും, തണുപ്പൊന്ന് മാറി കിട്ടണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ബാക്കി പണികൾക്കൊക്കെ കിടന്നിരുന്നത്. അപ്പം മതി, റെസ്റ്റ് എടുത്താൽ മതി, നമുക്ക് താൽക്കാലികം നമ്മളെ പണികൾക്ക് കിടക്കാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ രാവിലത്തെ സിസ്റ്റങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിരുന്നിരുന്നു. രാവിലെ എണീച്ച് നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ പാടനെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിടുക എന്നതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ. മറ്റേ ഞാൻ ആ പരിപാടി ലാസ്റ്റിക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ വേഗം അലക്കൽ, കിച്ചണത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ഒന്ന് വന്നിട്ട് ഹാളിലെ ടേബിളൊക്കെ ഒന്ന് തുടച്ചിടും. കുട്ടികളെ നേരെ ചായയൊക്കെ കളഞ്ഞാലുള്ളൂ കേട്ടോ ഞാൻ അവിടെയൊക്കെ പെട്ടെന്ന് തുടച്ചിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിടും. പിന്നെ ഉണ്ടല്ലോ ഞാനിങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടേ, എന്താ അതെന്താ നിങ്ങൾക്ക് ഫ്ലിപ്പിൽ നിന്ന് വെറുതെ തരുന്നതാണോ പ്രൊഡക്റ്റ് ഒക്കെ ചോദിക്കലുണ്ട് കേട്ടോ. ഈ അഗാരോൻ്റെ പ്രൊഡക്റ്റൊക്കെ പോലെ അല്ല കേട്ടോ. ഫ്ലിപ്പിൽ നിന്ന് ഞാൻ വാങ്ങുന്നതൊക്കെ ഞാൻ സ്വന്തം പൈസ ഇറക്കിയിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ആ ടാഗ് ചെയ്ത പ്രൊഡക്റ്റുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു ചെറിയ കമ്മീഷൻ അത് നമുക്ക് കയറും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ കാര്യത്തിൽ നിങ്ങളെ നിർബന്ധിക്കലുമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ 5 റുപ്യ എനിക്ക് കമ്മീഷനായിട്ട് വേണ്ട എന്ന് തോന്നണമല്ലാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. നോ പ്രോബ്ലം. പിന്നെ അതേപോലെ തന്നെ ചിലത് അറിയില്ല, ഞങ്ങൾ മീഷോൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്നുള്ളത്. അതും കുഴപ്പമില്ല. മീഷോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് കൊണ്ടുപോയിട്ട് നമ്മളെ മീഷോയിലിട്ടിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഞാൻ വാങ്ങിക്കാത്ത പ്രൊഡക്റ്റ് ആകുമ്പോൾ എനിക്ക് അതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും ഒന്നും ഉള്ളത് അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞുതരാൻ പറ്റൂല. പിന്നെ ഞാൻ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ആകുമ്പോൾ അത് ഞങ്ങൾക്ക് ജെനുവിനായിട്ടാണ് അതിൻ്റെ റിവ്യൂ തരല്. ഇനിയിപ്പോൾ അത് നല്ലതല്ല വെച്ചെങ്കിൽ ഞാൻ റിട്ടേൺ അയക്കലുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കലില്ല എന്നുള്ളൂ. പല സാധനങ്ങളും ഇനിയിപ്പോൾ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ സൈസോ അത് ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഞാനത് റിട്ടേൺ അയച്ചിട്ട് വീണ്ടും ഓർഡർ ചെയ്ത് നല്ലത് വരുമ്പോഴാണ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരല് കേട്ടോ. പിന്നെ മീഷോയിലായാലും ഫ്ലിപ്പിലായാലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫോട്ടോയോ ഒക്കെ നോക്കുമ്പോൾ അതിനെ കുറിച്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ട് അത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താ പറയുക, കണ്ട് അറിഞ്ഞ് വാങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങുന്നത് വെച്ചെങ്കിലും ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഞാൻ കൊടുത്ത അതേ സെയിം ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒരു കടയിൽ ചെന്നാൽ എല്ലാ പ്രൊഡക്റ്റും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പം ഇനി നമ്മൾ ഓർഡർ ചെയ്ത് വരുന്ന സാധനം നല്ലതല്ല വെച്ചെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ അങ്ങനെ വരും കേട്ടോ. നമ്മൾ അതിൽ കണ്ട അതേ സെയിം കളറൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടൂല. ചിലപ്പോൾ അതിനേക്കാൾ അതിൽ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ നല്ല ഭംഗിയിലേക്കാണ് നമുക്ക് വരുന്ന സാധനങ്ങൾ. അപ്പം ചിലപ്പോൾ കറക്റ്റ് ചിലപ്പോൾ കളറ് ആവില്ല, ചിലപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടുത്ത് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചു കേട്ടോ. അതിൻ്റെ അവിടെ വന്ന് ഞാൻ ഇതുപോലെ രക്ഷിച്ചു കൊടുത്തിരിക്കണേ. ഇവർക്ക് കണ്ട് വണ്ടി ചാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് അതൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ പിന്നാലെ കുടിക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കളറ് ചിലപ്പോൾ കറക്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ വരുന്നത് ചിലപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറായിക്കാരം. അപ്പം എനിക്ക് റിട്ടേൺ ചെയ്യാനൊന്നും തോന്നൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ടാഗ് ചെയ്ത പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ അതിന് സിമിലർ ആയിട്ടുള്ള പല പ്രൊഡക്റ്റും ഉണ്ടാവും, നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പം എന്തായാലും ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മക്കൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ശനി ഞായറും അവർക്ക് കളിക്കാൻ വിടും. അപ്പോൾ അതുകൊണ്ട് മദ്രസ എടുത്തായതുകൊണ്ട് നിയമോള് കുറച്ച് കൂട്ടുകാരത്തികളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ അടുത്ത് ഇവിടെ ഒരാളെ രാവിലെ തന്നെ ഉറക്കം വരികയാണ്. എന്നാൽ പിന്നെ അവന് കുറച്ച് വെയിലൊക്കെ കൊണ്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ കട്ടിലുമ്പോൾ കൊണ്ടുവന്നിട്ട് കിടത്തിയതാണ് കേട്ടോ. ഞാൻ ഓന് ഒറ്റക്കാണ് സമയത്ത് ഇങ്ങനെ കുറേ അഭ്യാസ വേലകളൊക്കെ നടത്തും കേട്ടോ. വേറെ ഇവിടെ വെച്ചോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓനെ പിന്നെ ഞാൻ നോക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അകൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം പുറത്തിറങ്ങിക്കണം കേട്ടോ. വേഗം അലക്കൽ കഴിച്ച് രാവിലെ തന്നെ അലക്കലും പിന്നെ അകം ക്ലീൻ ആക്കലൊക്കെ ഒന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി സമാധാനമാണ്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ഇങ്ങനെ സാവധാനം കുറച്ച് ലാഗാക്കിയിട്ടൊക്കെ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെയൊക്കെ ഷട്ടപ്പെട്ടേന്ന് ഒരുക്കിയിട്ട് ഞാൻ വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കും. ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്നൊന്നും പണികളൊന്നും തീരൂല.
പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു സ്ഥലത്താണ് ഞാൻ ഇടുക കേട്ടോ. അങ്ങനെ അലക്കല് തോരടലൊക്കെ കഴിഞ്ഞ് ആ സമാധാനത്തിൽ ഞാൻ കയറി. പിന്നെ നമുക്ക് ചോറ് വെക്കണം, കറികൾ വെക്കണം. ചോറ് വെക്കണത് മാത്രമേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. കറികളൊന്നും വെക്കണതൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ടീച്ചറെ ബോർഡാണിത്. എന്താ ചോദിക്ക? ഹാവ് യു സീൻ എ റാബിറ്റ് എന്നാണോ? ഓ ബാക്കി ഇവിടെ ഞാൻ 1+2 എഴുതിയാണ്. ക്വസ്റ്റ്യൻ മാർക്കാണ്. 1+2 എഴുതിയ മാരിണ്ട്. ഇന്നിപ്പോൾ ശനിയായതുകൊണ്ട് കുട്ടികളൊക്കെ പെരിയിൽ ഉണ്ടായതുകൊണ്ടും പലരും പല ജോലികളിൽ വ്യാപൃതരായിരിക്കണം കേട്ടോ. ഹലോ, കിണറുത്താണോ? പറിച്ചറബേ എന്തൊക്കെ കാട്ടിക്കണ ചിരട്ടോണ്ട് മാന്തി എടുത്ത് എത്രയും. പിന്നെ ചിരട്ട സ്വന്തമായിട്ട് മാന്തി തന്നതോ? ഓ മാന്തിയതല്ല അത്രേ, നമ്മള് കുണ്ടാക്കിക്കണ്. ആ കിണറ് തോർക്കണട്ടാ, കിണറ് തോർക്കണം. പിന്നെ ഈ ഒരു ബാത്റൂം ഇപ്പോലെ ഒരു പ്ലേ ഏരിയ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ഇലക്ഷൻ റിസൾട്ടിന്റെ ദിവസം കൂടിയാണ് കേട്ടോ. അപ്പം അതിന്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങൾ, അതിന്റെ വണ്ടികൾ വരുന്നതും പിന്നെ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്നു. ബാക്കിയൊന്നും ഷൂട്ട് ചെയ്യാതൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാ പിന്നെ തൽക്കാലികം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചാലോ. വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ അയക്കാൻ വേണ്ടിട്ടോ. അപ്പം വീണ്ടും കാണാം. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലത്തൊക്കെ തന്നെ എന്നിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു വെറുപ്പിച്ചണ്ടല്ലോ. അപ്പം ശരി, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.